ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഒരു എണ്ണ കാച്ചലാണേ. ഞാൻ ഈ പറമ്പീക്കടെയൊക്കെ നടന്ന് ഉള്ള സാധനങ്ങളൊക്കെ പെറുക്കി ഇതാണ്ടേ നല്ല ഒരു എണ്ണ കാച്ചാൻ പോവാം. മുടി കൊഴിച്ചിലിന് അതുപോലെ തന്നെ താരന് ഒക്കെ പറ്റിയ നല്ലൊരു എണ്ണ. അപ്പോൾ ഈ അവധിക്കാലമൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്കേ ഈ തലയിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച്, അല്ലെങ്കിൽ ഷാമ്പൂ തേക്കുന്നവരാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ഓയിൽ ബാത്ത് എടുക്കുമല്ലോ. സൂപ്പർ എണ്ണയാണ് ഇത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പറമ്പിക്കൂടി ഒന്ന് ഇറങ്ങിയാൽ കിട്ടുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ നമുക്ക് വാങ്ങേണ്ടത്. ആ റോസ്മേരി അത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, ലുലുമാളിലൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ തൈ നമുക്ക് നമ്മുടെ നേഴ്സറികളിലൊക്കെ അതിൻ്റെ തൈ ഉണ്ട്. വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് ലുലുമാളിൽ നിന്നാണ്. അത് മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങേണ്ടത്. ബാക്കിയെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട്. എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ദേ പനിക്കൂർക്കലിൻ്റെ ഇല, അതുപോലെ ഇത് കറിവേപ്പിൻ്റെ ഇല, തുളസി ഇല, നമ്മുടെ 5 ഇതളുള്ള ചെമ്പരത്തി, ഇത് നമ്മുടെ മൈലാഞ്ചി ഇല, ഇത് കേശവർദ്ധിനി ചെടിയാണ്. അത് സുലഭമായിട്ട് നമ്മുടെ പറമ്പിൽ കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ റോസ്മേരി, ഇത് കയ്യോന്നി. ഓരോ നാട്ടിലും ഓരോ പേരാണ്. നമ്മുടെ നാട്ടിൽ ചങ്ങനാശ്ശേരിയിലൊക്കെ കയ്യോന്നി എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉലുവ, 4 മണിക്കൂർ മുമ്പ് കുറച്ച് ഉലുവ എന്ന് പറഞ്ഞാൽ ഞാൻ 1 ലിറ്റർ എണ്ണയ്ക്കുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം ഓരോ പിടുത്തം വെച്ചിട്ട് എടുത്തേക്കുന്നത്, ഒരേ അളവിൽ. കേശവർദ്ധിനി മാത്രം ഒരിച്ചിരി കൂടുതലെടുത്തു. അപ്പം 1 കിലോ എണ്ണയ്ക്കുള്ളത് ഓരോ പിടുത്തം എല്ലാത്തേന്നും. അപ്പോൾ എന്തൊക്കെ ഐറ്റം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 9 ഐറ്റം ചേർന്നിട്ടുള്ള ഒരു എണ്ണ കാച്ചുന്നത്. എണ്ണ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മില്ലിൽ നിന്നുള്ള നല്ല എണ്ണ മേടിക്കണം, വിശ്വാസമായിട്ടുള്ള കടയിൽ നിന്ന്. ഈ എണ്ണ ഇപ്പോൾ എനിക്ക് നിലമ്പൂരിൽ നിന്ന് എൻ്റെ ചേട്ടനെ ചക്കിലാട്ടിയ എണ്ണ, അതാണ് ചേട്ടൻ്റെ ജോലി തന്നെ, മില്ല. അപ്പോൾ ചേട്ടൻ എനിക്ക് കൊണ്ടുതന്ന എണ്ണയാണ്. അപ്പോൾ അത്രയും നല്ല എണ്ണയ്ക്കകത്ത് വേണം നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി ഒത്തിരി സംസാരിച്ച സമയം വേണ്ട, നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം നമ്മളൊന്ന് അരച്ചെടുക്കുക. ഇതിനകത്തെ മെയിൻ സാധനം കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴ ഇടണം. ആ കറ്റാർവാഴയുടെ ആ ഒരു ഇതിലാണ്, ആ പൾപ്പിലാണ് ഇത് അരഞ്ഞ് കിട്ടുക. എനിക്കിപ്പം ചെറിയ കറ്റാർവാഴ, അതുകൊണ്ട് കണ്ടോ, ഇത് നമ്മുടെ വീട്ടിലുള്ളതാ. ഈ ജെല്ല് വേണം. നമ്മുടെ ഇലകൾക്കകത്തൊന്നും ആരും വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലും ആ ചെമ്പരത്തിയും കൂടെ ചേർക്കുമ്പോൾ നല്ലപോലെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ അമ്മയെ വെച്ച് അരച്ചാൽ മതി. എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ, 1 ലിറ്റർ എണ്ണ. ചുവട് കട്ടിയുള്ള ഒരു ചട്ടി തന്നെ വേണം കേട്ടോ ഇതിന്. നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഔഷധങ്ങളെല്ലാം കൂടെ ചേർക്കാം. എന്നിട്ടില്ലേ നമ്മൾ ഇത് നിങ്ങളെ കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഏറെ എടുത്തത്. ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ഈ പൊട്ടൽ നിൽക്കുമ്പോൾ എണ്ണ മൂത്തു. ഇത് നമുക്ക് എണ്ണയിലങ്ങ് മിക്സാക്കാവേ. ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതിനകത്ത്, അല്ലെങ്കിൽ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. 1 ലിറ്റർ എണ്ണയ്ക്ക് നമ്മൾ ഓരോ ചെറിയ പിടുത്തം എടുത്തിട്ട് അരച്ചാൽ മതി. ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും കേശവർദ്ധിനിയും മാത്രം ഇച്ചിരി കൂടുതലെടുത്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഓരോ പിടുത്തം. പിന്നെ ഉലുവയും അതുപോലെ തന്നെ എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എടുത്തതാണ്. പക്ഷെ ഞാനതൊന്നും കളയുന്നില്ല, ഈ എണ്ണയിൽ തന്നെ ഇടുക. കാര്യം വെച്ചാൽ നല്ലതല്ലേ, ഇതൊന്നും കളയണ്ടല്ലോ. അപ്പം ഇത്രയും ഇല്ലെങ്കിലും ഓരോ പിടുത്തം വെച്ചിട്ടാണ് നിങ്ങൾ ഇടേണ്ടത് കേട്ടോ. പിന്നെ ഞാനിപ്പം കുറച്ച് കാണിക്കാൻ വേണ്ടി, എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1.5 ലിറ്റർ എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ അല്ല, 1.5 ലിറ്റർ എടുത്തു. ഇത് നമ്മുടെ ഔഷധങ്ങൾ ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് 1.5 ലിറ്റർ എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആ കക്കനില്ലേ, ആ കക്കൻ മൂക്കുന്ന ഒരു പരുവം, അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും അറിയാവുന്നതാണ് എണ്ണ കാച്ചാൻ ഞാൻ വിചാരിക്കുന്നു. അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഇതാ ഈ കക്കനില്ലേ, ഈ കക്കൻ മൂത്ത് വരുന്നതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. ആ മൂത്ത് വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കക്കനൊക്കെ മൂത്ത് എന്താ പറയുക സെറ്റായിട്ടുണ്ടേ. ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ എണ്ണ. ഇത് ഞാൻ നേരത്തെ കാച്ചി വെച്ച എണ്ണ ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാണേ. ഇനിയുണ്ടല്ലോ അതാ നേരത്തെ കാച്ചി വെച്ച എണ്ണയാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണേ. ഈ കളറിലിരിക്കും നമ്മുടെ എണ്ണയെ. ഇതിൻ്റെ അങ്ങനെ ഒരു മരുന്നുണ്ടാക്കിയാൽ അതിൻ്റെ സ്മെല്ലൊന്നും പറയാൻ പാടില്ല എന്നാ. ആ റോസ്മേരിയുടെയൊക്കെ ഒരു സ്മെല്ല് ഭയങ്കര ഇത് തന്നെ കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കിട്ടാത്ത സാധനമെന്ന് പറയാൻ ഒന്നുമില്ല. റോസ്മേരി മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇല്ല എങ്കിൽ അതിൻ്റെ തൈയുണ്ട്, നമ്മുടെ എല്ലാ നേഴ്സറികളിലും ഉണ്ട്. ഞാനിപ്പോൾ 3 തൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കിട്ടുന്നതാണ്. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഈ അവധിക്കാലത്ത് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കണം കേട്ടോ. അപ്പം ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.